കണ്ട് നമ്മൾ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ പിടിച്ചു നിർത്തും. ഇതുപോലെ സംഭവങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഇവിടെ. ഞാൻ കാര്യം പറയാൻ ഞാൻ പറഞ്ഞടാ എൻ്റെ പുറകിൽ എന്തോ ആ സാധനം വന്നിരുന്നു. ഞാൻ കണ്ടത് ഇവിടുന്ന് അവിടം വരെ പോകണം. ഇവിടുന്ന് കാറിയാലും കൂവിയാലും ആളില്ല, ആള് കേൾക്കത്തില്ല. രാത്രി ആരാണ്ട് വന്ന് തോണ്ടി വിളിച്ചെന്ന്, മനുഷ്യനല്ലാത്ത ആരാണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ? ഒന്നാമത്തെ കാര്യമുണ്ടല്ലോ, ഇവിടെ രാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ നിൽക്കത്തില്ല. പാമ്പാണ്ട അതിൻ്റെ മേളിൽ, ആ ഇതിൻ്റെ മേളിൽ നല്ല രീതി പിന്നെ ഇതെല്ലാം മൊത്തം ദ്രവിച്ചു പോയി. 12:49. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഞാൻ ഇന്നൊരു വീഡിയോ ഇറങ്ങിയാണ്. കുറച്ച് നാൾക്ക് മുന്നേ ഞാൻ വന്നൊരു സ്പോട്ടിലോട്ട് പോവാണ്. ഒരു ലൈറ്റ് ഹൗസും അതിൻ്റെ സൈഡിൽ കുറച്ച് ഇതൊക്കെ ഉള്ള സ്ഥലത്ത് പോയായിരുന്നു, ഒരു കുഞ്ഞു വീടൊക്കെ ഉള്ളിടത്ത്. അപ്പം അവിടെ പോവാണ്. എൻ്റെ കൂടെ മജു ഉണ്ട്. അന്ന് വന്ന് ഹായ് പറടാ. അന്ന് വന്ന മജു ഉണ്ട്. അപ്പം ഞാനിത് ഒറ്റയ്ക്ക് തന്നെയാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. അപ്പം പോകുന്നതിന് മുന്നേ ഇവനെ ഞാൻ വിളിച്ചു പറഞ്ഞു. ഇപ്പോൾ ഇവനെ സ്ഥലം അറിയത്തുള്ളൂ, അതുകൊണ്ട് ഇവനെ ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഏകദേശം ടൈം എന്നാടാ 12 കഴിഞ്ഞില്ലേ? ഏകദേശം 12:30 ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വഴി കുറച്ച് വീടൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചൊന്നും ഷൂട്ട് ചെയ്തില്ല. ഇപ്പം ജസ്റ്റ് കറക്റ്റിനടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ പുതിയൊരു ടോർച്ച് മേടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നൈസ് വെട്ടാണ്, കണ്ടില്ല. അപ്പം ഈ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഈ തെണ്ടി തന്നെ വെട്ടില്ല ഗൈസ്. നീക്കെന്താ പേടിക്കുന്നത് അതിനെ? ആ ശിവൻ പറയുന്നത് ഇവിടെ സീനാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യം നമ്മുടെ ചേട്ടനോട് പറഞ്ഞു കുറച്ച് മുന്നേ. അപ്പം അവരുടെ അടുത്ത് നിന്നാണ് ഞാൻ വരുന്നത്. അപ്പം നമ്മുടെ ചേട്ടൻ പറഞ്ഞത് അങ്ങോട്ട് ഒറ്റയ്ക്ക് പോലും ഇവിടെ വൈകിട്ട് ചൂണ്ടിടാൻ വരുന്നവർക്കെല്ലാം പണി കിട്ടാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ തോണ്ടുന്നതൊക്കെ. ഇവനൊരു എക്സ്പീരിയൻസ് ഉണ്ട്. നീ അതൊന്ന് പറഞ്ഞ് നാണമുണ്ട്. അന്നത്തെ കേസ് പറയാം. അന്ന് മറ്റേ ആ ജോബിഷെന്ന് പറഞ്ഞല്ലോ പുറത്ത് പോയെ. ഇവൻ അന്നത്തെ നമ്മളൊന്ന് പകലൊന്ന് വീടിക്കകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വലുതായിട്ട് കെയർ ചെയ്തില്ലായിരുന്നു. അതിനൊന്ന് പറടാ. എൻ്റെ മനസ്സിൽ അതാ അവനൊന്ന് മറ്റേ ചൂണ്ടിടാൻ വേണ്ടി ഞങ്ങളൊക്കെ അങ്ങോട്ട് പോയി ചൂണ്ടിട്ടിരിക്കുകയായിരുന്നു. അവനെന്താ കണ്ട് പേടിച്ച് ഓടിയത്. എന്നാ കണ്ടേ? എന്തോ രൂപ കണ്ടു വരുന്ന പോലെ കണ്ടെന്നൊക്കെയാ പറയുന്നത്. ഞാൻ ഓടി. ഇവൻ അടിച്ചിട്ടും ഉണ്ടായിരുന്നു. അടിച്ചതിന്റെ പുറത്താണ് ഓടി. നീ വെള്ളം അടിച്ചതിന്റെ പുറത്ത് വല്ലതും തോന്നിയായിരിക്കും. എനിക്ക് ഒറ്റയ്ക്ക് വരാൻ. നീ എന്നെ ഒറ്റയ്ക്ക് വിടാത്തിന്റെ കാരണം തന്നെ. എടാ ഞാൻ നമുക്ക് സീനൊന്നുമില്ല. പക്ഷേ കാര്യം ഇവൻ പറഞ്ഞത് പേടിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ കഴുന്നയുടെ ശല്യമുണ്ട്. അപ്പം കഴുന്നയുടെ ശല്യം ഉള്ളിടത്ത് ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ കൂട്ടത്തോടെ ആക്രമിക്കുന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും വന്നത്. അപ്പം ഞാൻ ഓർത്ത് വെറുതെ റിസ്ക് എടുക്കണ്ട. ഒന്നാമത്തെ കാര്യം എൻ്റെ ഈ വിരലിന് ഇവിടെ മേളിൽ പൊട്ടലാണ്, അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് പൊട്ടലാണ്. അപ്പം എക്സ്റേ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇവിടെ ചെറിയൊരു പൊട്ടലുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇടത്തെ കൈ കൊണ്ട്. ഇപ്പം ഇത് തന്നെ ഒരുത്തരാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കുന്നത്. അങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട്. എന്നാലും കയറുന്നോ? നീ വിട്ടിരിക്കുമോ അതോ വരുന്നോ? അങ്ങനെയാടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ സാധാ ചെരുപ്പൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണാവോ എന്ന് എനിക്കറിയില്ല. ഞാൻ വൈഡാക്കാം. ഇതൊരു പഴയൊരു വീടാണ്. ഞാൻ അവിടെ തിരക്കിയപ്പോൾ ഇവർ പറഞ്ഞത് ഇതൊരു വീടാണെന്നാണ്. ഈ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തൊരു വീടായിരുന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ സർക്കാർ ഏറ്റെടുത്തെന്നൊക്കെ പറയുന്നത്. ഈ സ്ഥലം കറക്റ്റ് കാര്യം അറിയത്തില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ തന്നെ കിടക്കുന്നത്. പാമ്പ് കാണുമായിരിക്കുമല്ലോ. നോക്കി കയറി പോകാം. ഇവിടെ എന്താ ആണെങ്കിൽ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എപ്പോഴും പറയുന്ന പോലെ അടുത്ത മരങ്ങളൊക്കെ ഉണ്ട്. 3 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ. ഞാൻ ഗൂഗിൾ മാപ്പിനകത്ത് ഈ സ്ഥലം ഞാൻ ചെറുതായിട്ട് മെഷർ ചെയ്തായിരുന്നു. ഏതാ
ഈ സൈഡിൽ കൂടെ തന്നെ. ആ ഈ സൈഡിൽ കൂടെ നല്ല ദൂരമുണ്ട് ഗൈസ്. ഇതിനകത്ത് അന്ന് കയറിയില്ലായിരുന്നു. ഇന്ന് കയറണോ? ഇന്ന് കയറണോ? കയറാൻ മാത്രം ഒന്നും ഇല്ലടാ അതിനകത്ത്. കയറാൻ മാത്രം ഒന്നും ഇല്ല. ഇത് മാത്രമല്ല. ഏതാ? ഈ കാണുന്നൊരു റൂം മാത്രമേ ഉള്ളൂ. ഗൈസ് ഇത് ശരിക്കും വീടാന്നാണ് പറഞ്ഞത്. അപ്പം വേറെ ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല. ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ തിരക്കിയില്ല. എനിക്ക് അത്രയ്ക്ക് സുഖം തോന്നില്ല. ഞാൻ പിന്നെ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യുമെന്ന് ഓർത്തല്ല. എന്നാലും അപ്പുറത്തൂടി ഒരെണ്ണമുണ്ട്. എങ്ങനത്തെ ഇവിടെ നിറ പാട്ടൊക്കെ കേൾക്കുന്നത്. ഉത്സവം വല്ലതാണോ ഗൈസ്? ഗാനമേള എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് പോവാം, കുഴപ്പമില്ലല്ലോ അല്ലേ? നീ ഫ്രണ്ട് നടക്കുക, നിനക്ക് പേടിയൊന്നും ഇല്ലല്ലോ ഫ്രണ്ട് നടക്കുക. അമ്മേ ഗൈസ് അവനോട് പറഞ്ഞു ഒറ്റയ്ക്ക് പോകലെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എനിക്ക് അത്ര അനുസരണമുള്ള കൂട്ടത്തിലൊന്നുമല്ല. പക്ഷേ ഞാൻ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ വന്നതാണ്. ഇതാണ് ലൈറ്റ് ഹൗസ്. മോനെ അവിടെ ഇതിനോട്ട് വെട്ടം അടിച്ചാൽ ലൈറ്റ് ഹൗസ് ഉണ്ട്. ലൈറ്റ് ഹൗസ് ഇവിടെ പ്രത്യേകിച്ച് പ്രേതശല്യം ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇവരൊക്കെ എന്തൊക്കെയോ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. എന്നാലും നമുക്ക് നോക്കാം. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ ചാൻസ്. പാമ്പിനെ എനിക്കും പേടിയാ. പാമ്പ് നല്ല സീനായി. ഏതാ? വേറെ സീനൊന്നുമില്ല. എനിക്ക് പാമ്പിനെ പേടിയാ. ഇതിനടാ ചെമ്പല്ലിയാന്ന് തോന്നുന്നു. ഇതാണ് നമ്മൾ വന്ന ആ ഒരു വീട്. ബൈബിളോ? ആ ഇതിനകത്ത് നിന്ന് കാര്യം എനിക്കൊരു ബൈബിൾ കിട്ടിയായിരുന്നു. ഞാനത് കൊണ്ടുവന്നില്ല, അതിനകത്ത് തന്നെ ഉണ്ട്. കയറി നോക്കട്ടെ. ടോർച്ച് ഇവിടെ നിന്നോളല്ലോ. യു സ്റ്റേ ഹിയർ. ഒറ്റയ്ക്ക് വരുന്നതായിരുന്നു ഇതിനകത്തൊരു ത്രില്ല്. ഓക്കെ അല്ലേ? ആ ഗൈസ് അവൻ നല്ല രീതിയിൽ നോക്കിപ്പോണെന്നൊക്കെ പറയാൻ. ഓ തേ കിടക്കുന്നു ബൈബിൾ. ഗൈസ് ഞാൻ വൈഡാക്കാം. തേതുണ്ടോ? എനിക്ക് ഈ കൈ ഇങ്ങനെ അനങ്ങും പെയിൻ ഉണ്ട് ഗൈസ്. ഇതിപ്പോൾ 1 വീക്കായി ഇട്ടിട്ട്, ഇനി 2 വീക്ക് കൂടി ഇടണം. ഇപ്പം 3 വീക്കാണ് പറഞ്ഞേക്കുന്നത് റെസ്റ്റ്. അതെങ്ങനെ എടുക്കും? അന്ന് എനിക്ക് ആരോ കമൻറ്റ് ഇട്ടായിരുന്നു, ഇത് ശരിക്കും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. തിരിഞ്ഞു പോയി. അതായത് ഞങ്ങൾ കുറേ ദൂരം നടന്നു വന്നേ. അന്ന് കണ്ട ആ ലോട്ടറി അടിച്ചാണോ? ഇതിനകത്ത് ഇപ്പം എന്ത് ഡീറ്റെയിൽ കിട്ടാനായി? വേറെ എൻ്റെ ബോട്ടാണ്ടാ പോകുന്നത്. എന്നെ നല്ലിട്ട് അണയ്ക്കുന്നുണ്ട്. പനിയൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. കമൻ്റ് ഇട്ട ആളെ ഇതിനകത്തൊരു ഡീറ്റെയിൽസും നമുക്ക് കിട്ടാനില്ല. ഞാൻ അന്നിത് മേളി വെച്ചായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. വേറെ എന്തൊക്കെയോ ഇതിനകത്ത് കാണുന്നുണ്ട്. ഇതെല്ലാം മൊത്തം ദ്രവിച്ചു പോയി. കൊന്തയൊക്കെ ഇരിപ്പുണ്ട്. എൻ്റെ ഫ്രിഡ്ജിനകത്ത് ഐസ് ക്യൂബ് വെക്കുന്ന സാധനം, എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്.
പാമ്പില്ലായിരുന്നാ മതിയായിരുന്നു. എന്നടാ സൗണ്ട് കേട്ടെ? ഈ മുറിക്കകത്താണോ? നോക്കി പോണേ. പോകുന്നില്ലേ? ഇതിനകത്തോട്ട് നേരെ ടൈസ്. എനിക്ക് ഈ വിരലിന് വേനയുള്ളതുകൊണ്ട് എനിക്ക് ഇച്ചിരി പാടാണ്, സ്വിച്ച് ആകുന്നില്ല. ഗൈസ് ഇന്ന് മേടിച്ചോളൂ ടോർച്ച് കേട്ടോ. ഞാൻ കുത്തിയിട്ടിട്ട് പോലില്ല ആരും. അതുകൊണ്ട് എപ്പം ചാർജ് ചെയ്യും, എത്ര ബാക്കപ്പ് ഉണ്ട് ഒരു ഐഡിയ ഇല്ല. അന്ന് വന്നപ്പോൾ ഉള്ളത് തന്നെ ഏകദേശം 1 മാസത്തിന് മേളിൽ. എടാ നമ്മൾ വന്നിട്ട് 1 മാസത്തിന് മേളിലായല്ല? 1 മാസത്തിന് മേളിലായിട്ടുണ്ട്. പിന്നെ നല്ല രീതി പിന്നെ ഇവിടെ ഒരു വണ്ടെന്തോ. അമ്മേ, കൊതുക് വലയൊക്കെയാണെന്ന് തോന്നുന്നു. കൊതുക് വലിയൊക്കെ ഇറങ്ങിക്കാൻ വേണ്ടിയുള്ള വലിയ. അത് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ആരുടെ അടുത്തും ചോദിച്ചിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിനെപ്പറ്റി ഒരു പ്ലാനും ഇല്ലായിരുന്നു വീഡിയോ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും വലിയ ഡീറ്റെയിൽ ഒന്നും ചോദിച്ചില്ല. അന്ന് ഞാൻ വന്നപ്പോൾ ഇത് ഇച്ചിരി കൂടിയും കാടായിരുന്നു. വെള്ളവടിയൊക്കെ ഉണ്ടായിരുന്ന ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. നല്ലൊരു വെള്ളവടി ഏരിയ അല്ല ഇത്? നല്ലൊരു വെള്ളവടി ഏരിയ അല്ലേ? അങ്ങനെയാ സൗണ്ട് കേട്ടെ? ഇവിടെ കഴുന്ന വല്ലതും ആയിരിക്കും. എടാ എന്നോട് ചേട്ടായി പറഞ്ഞെന്നെ അറിയോ, ഇവിടെ ആരാണ്ട് ഈ വീടിൻ്റെ ഇവിടെ ഈ ഏരിയയിലും കണ്ടോ വന്നിരുന്നപ്പോഴേ ഇവിടെ നിന്ന് വെള്ളം ഒഴിച്ചാണ്ട് കിടന്ന് ഉറങ്ങിപ്പോയെന്നാ പറഞ്ഞത്. രാത്രി ആരാണ്ട് വന്ന് തോണ്ടി വിളിച്ചെന്ന്. മനുഷ്യനല്ലാത്ത ആരാണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ? ആ ഇവിടെ രാത്രി കഴിഞ്ഞ് ആൾക്കാർ നിൽക്കത്തില്ല. ഇതുണ്ടോ രാത്രി പണിക്കാരുടെ മോട്ടോറെ പോലും ആളിരിക്കത്തില്ല വൈകിട്ട്. അതിന്റെ തൊട്ടപ്പുറം ഒരു മോട്ടോറ് ഉണ്ട്. അത് നല്ല ദൂരത്തെങ്ങാണ്ട. ഏതാ? ഇല്ല ഇത്ര നേരം വെച്ചാൽ സമയം ഇത്ര ആയല്ലോ, 12:30 ആയില്ലേ? ഇപ്പൊ സമയം തന്നെ 12:30 ഇവിടുത്തെ ആൾക്കാർ പ്രശ്നമല്ല. ഇപ്പൊ തന്നെ ബോട്ടിൽ തന്നെയല്ലോ ഒത്തിരി പേര് പോയ. ഇപ്പൊ സമയം തന്നെ 12:49. വേറെ സീനൊന്നും ഇല്ലല്ലോ. വേറെ സീൻ ഭയങ്കര ബോറിങ് ആയ പോലെ തോന്നണ്ട വീഡിയോ അല്ലേ? ഒരു പ്ലാനിങ് ഇല്ല വന്ന് എടുത്തോണ്ടായിരിക്കും അല്ലേ? ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ. അതാ ഞാൻ പറഞ്ഞു, ഒറ്റയ്ക്ക് വന്നാൽ മതിയായിരുന്നു. നിനക്കല്ലേ ഇത്ര ഇത്? അങ്ങനെ സീനൊന്നും ഇല്ല. എനിക്ക് ആകെ ഒരു പേടി പാമ്പിന്റെ ഒരു ശല്യം. ആ ഒരു പ്രശ്നം. പിന്നെ നീ പറഞ്ഞ ആ സാധനം ഇല്ലേ, കഴുന്നേനെയും പേടിക്കണം. അത് രണ്ടുമാണ് എനിക്കിപ്പം പേടി. കഴുന്ന മറ്റേ കൂട്ടം കൂടി ആക്രമിക്കുന്നതാണ്. നമുക്ക് പ്രേതം ഭൂതമൊന്നും അല്ല. ആണോ? തിരിച്ചു പോയാലോ? എനിക്ക് വലിയ സുഖമായിട്ട് പോകുന്നില്ല വീഡിയോ. അങ്ങോട്ട് വല്ലതും നടക്കണോടാ? അങ്ങോട്ട് ആ മോട്ടോർ പിന്നെ അങ്ങോട്ട് ചേട്ടാ അങ്ങൊക്കെ എന്തോ വെട്ടം കാണുന്നുണ്ട്. ആണ്ട് ആ പോയിന്റ് കണ്ടത്. അതൊരു വെട്ടമാ. വീടാണോ അത്? ഈ വഴിയാണോ അവര് പോകുന്നത്? ഈ വഴി അതൊരു വെട്ടമാണ്. നീ നേരത്തെ കയറിട്ട് വരാമോ? എന്നാ വെട്ടം അങ്ങോട്ട് വെക്കൂ. ശിവന് പേടിയൊന്നും ഇല്ലാത്ത ആളാണ്. ഈ മുറിക്കകത്ത് കയറാവോ? കേറി വാ കാണട്ടെ. കേറിയോ? കേറാ. ചാക്ക കിടന്നോട്ടെ. ഞാനിപ്പോ എന്ത് കയറിട്ട് ഇറങ്ങിയല്ലേ? എന്തിനാ പേടിക്കുന്നത്?
പാമ്പാണ്ട അതിൻ്റെ മേല് ഇതിൻ്റെ മേല് ആരാണത് നീ വന്നേ അടിച്ചേ ആ ക്ലാമ്പിന്റെ മേളിലോട്ട് അടിച്ച് ആ പോയിന്റ് അവിടെ പാമ്പല്ല അത് പാമ്പായിരിക്കും. ഇപ്പം കോട്ടയം ജില്ലയിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ വേണ്ട കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ 100 മൂർഖനാണ് പിടിച്ചത്. അതുപോലെ ഇത് തല എന്താ പറ്റിയതാ പുഴുവില്ല പുറത്തുമില്ല പുഴുവില്ല കൊള്ളാം. കണ്ട നല്ല സാധനം കണ്ടുമായിരിക്കും ജോബീഷേ അവന് മൂടി വന്നപ്പോ അവന്റെ കണ്ണൊക്കെ തള്ളി. ശിവൻ പറഞ്ഞ കറക്റ്റ് സംഭവം ഏടാ ഒന്നുകൂടി പറയണ ഞാനത് കറക്റ്റ് സംഭവം എന്നാന്ന് വെച്ചാണല്ലോ നീ ഇങ്ങോട്ട് നോക്കി പറ. നീ ചിരിക്കണ്ട, നീ കണ്ണടച്ച് പറഞ്ഞ ഞങ്ങളന്ന് നമ്മളെ പെരുന്നാൾ ഇങ്ങനെ പറഞ്ഞാൽ കേക്കത്തില്ല. പെരുന്നാളില്ലേ പെരുന്നാളിനന്ന് ഞങ്ങള് മറ്റേ വെള്ളം അടിക്കാൻ വേണ്ടി ഇവിടെ വന്നില്ലേ അന്ന് ആരൊക്കെയാ സുധീഷിനെ അറിയത്തില്ല ഹിമാലയുണ്ട് അവനെ ഞാന് ജോബീഷെ അപ്പൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ 4 പേര് ഇവിടെ ഇരിക്കാം. നീ അവിടെ ഇരുന്ന് പറ. നമുക്ക് വല്ല ആക്ടിവിറ്റി വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പം സമയം എന്നാന്ന് പറഞ്ഞേ 12:45 12:54. നീ ആ സ്റ്റോറി ശരിക്കും പറ. നിന്റെ ഫേസിലോട്ട് ഓട്ടോ അടിച്ച് കിട്ടുമോ? പറഞ്ഞു അവിടെ കറക്റ്റ് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12:45 നമ്മുടെ റാസ കയറുന്ന സമയമില്ലേ ആ സമയത്ത് ഞങ്ങൾ ഇതുപോലെ ഒരു അരയും മേടിച്ചോണ്ട് വന്ന് 1 ലിറ്റർ ഇവിടെ നിന്ന് അടിച്ചിട്ടാ പോയത്. ഇവിടെ ഈ ലൈറ്റ് ഹൗസിന്റെ ഈ സൈഡിലായിട്ട് ഇവിടെ നിന്ന് അടിച്ചിട്ട് പോയി സാധനം മേടിക്കാൻ വേണ്ടി. പിന്നെ രണ്ടാമത് മേടിക്കാൻ വേണ്ടി ഫ്ലാഗ് എടുക്കാൻ വേണ്ടി പോയി. മേടിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ ഞങ്ങള് 4 പേര് ഇവിടെ ഇരുന്ന് അടിച്ചോണ്ടിരിക്കും. അടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഇപ്പം അപ്പു പറഞ്ഞു നമുക്ക് അവിടെ പോയി ചൂണ്ടിടാന്ന് പറഞ്ഞു. അന്ന് എറിയുണ്ട കയ്യിലുണ്ടായിരുന്നു. എറിയുണ്ടായിട്ട് പോയി ഞങ്ങൾ ഇടിക്കുമ്പോ ജോബീഷിന്റെ ആയിട്ട് മറന്നു പോയി. ഇവിടെ സുധീഷ് ഉണ്ടായിരുന്നു. സുധീഷും ജോബീഷ് വിട്ടിരുന്നു. ഞാനും അപ്പൊ അങ്ങോട്ട് പോയി. ഉടനെ അപ്പു മീൻ കിട്ടി മറ്റേ പുല്ലനില്ലേ അതെണ്ണം കിട്ടി. ഇവനൊക്കെ ഭയങ്കര ഇതല്ലേ മീനൊന്നും അധികം പിടിക്കത്തില്ല. മീനെ കിട്ടിയുമ്പോ ഇവൻ കിടന്ന് കാറി. സുധീഷ് അത് ഇട്ട് ഓടി വന്നു. ജോബീഷ് ഇവിടെ സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുവോ. കുറച്ച് കഴിയുമ്പോ ഞങ്ങള് അവിടെ ഇരുന്നപ്പോ ഞാൻ സുധീഷിനോട് ചോദിച്ചു എടാ ജോബീഷ് എന്തെങ്കിലും. അവൻ പറഞ്ഞു അവനവിടെ ഇരിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ അവൻ കൊണ്ട് തിരിച്ചു. അവൻ പറഞ്ഞു അവന് പേടിയാന്ന് പറഞ്ഞു. നീ ഇവിടെ വന്നു പറഞ്ഞു. ഞങ്ങൾ 3 പേര് അവിടെ ഇങ്ങോട്ട് നടന്നു വന്നപ്പോ ഇവിടുന്ന് ഒരാള് ചെതറി വരുന്നു അങ്ങോട്ട്. സുധീഷല്ലേ ജോബീഷ് നമ്മൾ ചെതറി വന്നു. ഞാൻ എന്നാ ചെയ്തു കണ്ണൊക്കെ തള്ളി. ഇവൻ സംസാരിക്കുന്നില്ല. സൗണ്ട് മാത്രമേ ഉള്ളൂ. സൗണ്ട് ഇല്ല മറ്റേ ഇത് കാറ്റ് എന്നിട്ടെന്നാ ഞാൻ കാര്യം പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞടാ എന്റെ പുറകിൽ എന്തോ ആ സാധനം വന്നിരുന്നു. ഞാൻ കണ്ടത്. പക്ഷെ ഈ കണ്ണ് എന്നാ സംഭവം എന്ന് അറിയത്തില്ല. എന്റെ ഇവിടെ വന്ന് ഇങ്ങനെ പുറകെ വന്ന് ഇങ്ങനെ ഇരുന്ന് കൂടെ തന്നെ ഇങ്ങനെ ഇരുന്നു പറഞ്ഞു. എഴുന്നേറ്റ് ഓടാൻ വേണ്ടി സ്പീഡിൽ എഴുന്നേറ്റ് ഓടത്തില്ലേ എപ്പോഴാണ് കയറി ഇവനോട് വീണു. ദേഹം മൊത്തം ഇതായിട്ട് പൊടിയൊക്കെ ആയിരുന്നു. ഓടി വന്ന് ഞങ്ങളത് ഞാൻ ബാക്കി സാധനം പോലും എടുക്കാൻ നിന്നില്ല. ഞങ്ങൾ തിരിച്ചു പോവായിരുന്നു. എനിക്കറിയാം നീ കള ഇച്ചിരി ഇതായതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു നോല അവൻ എന്തേലും ചോദിച്ചേ അവൻ ഒറ്റയ്ക്ക് ഇരിക്കുവാന്ന് പറഞ്ഞു. അവനോട് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഞാൻ സത്യം പറയാൻ നിന്നെ വിളിച്ച് ഇങ്ങോട്ട് പോവാന്ന് പറയാൻ വേണ്ടി. ഇനി എന്നെ കണ്ടില്ലെങ്കിലേ ഇപ്പൊ വല്ല കഴുന്ന പറഞ്ഞ സംഭവം എനിക്ക് ആ ഒരു പേടിയുണ്ടോ. നിന്റെ പാമ്പിന്റെ ശല്യം കാണും, ഉറപ്പായിട്ടും കാണും. എല്ലാം കൊണ്ടും ഇതാടാ ശല്യം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പ് ശല്യമാ. അപ്പൊ ഇവിടെ വെച്ച് നിനക്കിട്ട് വല്ലോ കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് അവിടം വരെ പോണം. ഇവിടുന്ന് കാറിയാലും കൂവിയാലൊന്നും ആളില്ല. ആള് കേൾക്കത്തില്ല. പിന്നെ നീ ഫോൺ വിളിച്ചിട്ട് അവിടുന്ന് ആൾക്കാർ വരണമെങ്കിൽ പിന്നെ സമയം എടുക്കും. പിന്നെ കണ്ട് നമ്മൾ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ പിടിച്ചു നിർത്തും. ഇതുപോലെ സംഭവങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഇവിടെ. നമ്മളെ പിടിച്ച് നിർത്തൂടാ. അത് പല സാഹചര്യങ്ങൾ പോലിരിക്കും. നമ്മളാ സാഹചര്യത്തിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ. നമ്മളിപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ മീൻ നോക്കാൻ വരുക. മീൻ നോക്കാൻ വന്നിട്ട് ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോ ഒരു വലിയ മീൻ നിൽക്കുക. ഇതിന്റെ അപ്പുറത്തോട്ടൊക്കെ അടിച്ചടിച്ച് പോകുമ്പോ ഇഷ്ടം പോലെ മീനുകൾ അങ്ങോട്ട് നേർന്ന് കാണും. നമ്മളെ പിടിച്ചോണ്ട് പോകുന്ന സംഭവങ്ങളാണ്. ആകർഷിച്ചു കൊണ്ടുപോകുന്ന സംഭവങ്ങളാണ്. ഇതുണ്ട്. നമ്മള് മീൻ മണപ്പ് കൊണ്ട് നമ്മളങ്ങ് പോകും. സമയം പോലും നമ്മൾ നോക്കാനുള്ള ഒരു ഇത് കിട്ടത്തില്ല. അതുപോലെ നമ്മുടെ മൈൻഡ് മാറ്റിക്കളയും. ഒറ്റയ്ക്ക് വന്നൊരു വന്നാലോടാ പിന്നെ അത് വന്ന സ്ഥലത്ത് പിന്നെയും വരുന്നത് ശരിയല്ല.
രണ്ടുപേര് വന്നു കഴിഞ്ഞാൽ അധികം ആക്ടിവിറ്റി ഒന്നും ഉണ്ടാകത്തില്ല. കാരണം അപ്പൊ അതുകൊണ്ടാണ് നീ വിടാഞ്ഞേ. എടാ എന്നാ വെച്ചാൽ ഞാൻ ഓർത്ത് തന്നെ വെച്ചാ ഇത്ര ദൂരത്തിൽ നിന്ന് വന്നിട്ടേ വീഡിയോ ചെയ്യുമ്പോൾ നൈസായിരിക്കും, എനിക്കത് നല്ല ഫീൽ ആയിരിക്കും, മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇവിടുത്തെ ഒരു ആംബിയൻസ് ഭയങ്കര ഇത്. അങ്ങോട്ട് അടിച്ചറാ ഉണ്ട്, ആ ഒരു വീടുണ്ട് ഇവിടെ, പിന്നെ അങ്ങോട്ട് അടിച്ചറാ ഉണ്ട്, അതുമുണ്ട്. ഇത് കണ്ടോ, ഈ സൈഡിൽ വലിയ കായലാണ്, അതിൻ്റെ ഒരു കരയിലാണ് ഇത് വരുന്നത്. പണ്ട് ബോട്ടൊക്കെ വരുമ്പോഴത്തേക്കിനും അടിച്ചറാ ബോട്ടൊക്കെ വരുമ്പോഴത്തേനും അവർക്ക് സിഗ്നൽ കൊടുത്തിട്ടുണ്ടെന്ന ലൈറ്റ് ഹൗസാണ്. എന്നാണല്ലോ വേണ്ട എന്നാണിത് കൊള്ളാം. ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഇനി വരുവാണെങ്കിൽ നിന്നോട് പറയാതെ തരണം. വരുന്നതിന് കുഴപ്പമില്ല. നീ എന്നാ ആ മുക്കിലല്ലേ അവിടെ എല്ലാവരും പിടിച്ച് നിർത്തണം, നിർത്തിയിട്ട് വരണം. അങ്ങനെ നീ നേരത്തെ പറയാൻ പറ്റാതെ ഞാൻ അങ്ങനെ പോകത്തില്ലായിരുന്നു. പക്ഷെ നിനക്കൊറ്റയ്ക്കാണ് നിൽക്കാൻ പറ്റും. ഒറ്റയ്ക്ക് നിൽക്കുന്നതിൻ്റെ അല്ല, ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് വന്നു പോകും. അങ്ങനെ അതിൻ്റെ കാര്യമില്ല. സ്ഥലം നിനക്ക് ഇഷ്ടപ്പെട്ടോ? സ്ഥലം ഇഷ്ടപ്പെട്ടു. എനിക്ക് കയ്യിൽ രാത്രി തണുപ്പ് അടിച്ചിട്ട് എനിക്ക് വേന എടുക്കുന്നുണ്ട് വരല്. ഏനടാ സ്ഥലം നീ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല. കൊള്ളാം. നീ ഒന്നും വേണ്ട, നീ ഒറ്റയ്ക്ക് ഇരിക്കത്തില്ലേ? ഇപ്പൊ എന്നാ ചെയ്യണമെന്നറിയോ? ഇവിടെ ആ ആദ്യത്തെ മോട്ടോർ കയറിയില്ലേ, വരുന്ന കഴിക്കണ്ടേ മോട്ടോർ കയറി ഒരു അപ്പച്ചനുണ്ട്, ഇതിലൂടെ ചോദിച്ചാൽ കറക്റ്റ് ചരിത്രം പറഞ്ഞു തരും ഇവിടെ. ആണോ? നമുക്ക് ആ വഴിയിലോട്ട് കൂടി നോക്കാം കഴിച്ചു. ഇവിടെ തൊട്ടടുത്ത് കിടക്കുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അല്ലേ? പക്ഷെ എനിക്ക് ഡീറ്റെയിൽസ് അറിയുന്നതിനോട് വലിയ താല്പര്യമില്ല. ഇവിടെ എന്തോ എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലായ്മയുണ്ട് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സംഭവമായിട്ടൊന്നും ഇല്ല ഇവിടെ. വലിയ ബിൽഡിങ്ങോ വലിയ സംഭവങ്ങളൊന്നും ഇല്ല. അത് മേടിച്ചിട്ട് കുത്തിയിട്ടില്ലല്ലോടാ, അതുകൊണ്ടാ. നമ്മൾ ഇത്രയും ദൂരം അടിച്ചോണ്ടല്ലേ വന്നേ, എത്ര നേരമായി? ആ ഗ്ലാസ് കണ്ടോ ഇപ്പൊ രണ്ട് കണ്ണ് കാണുന്നല്ലേ? കണ്ണല്ല, അതിനകത്ത് തല കാണുന്നു. ഗായ്സ്, ഇത് ഞങ്ങളുടെ രീതിയിൽ ഇവിടെ നിന്ന് ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് വീഡിയോ കാണുന്നവർക്ക് ഇത് എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാകത്തില്ല. എനിക്ക് വീഡിയോ വരുമ്പോഴേ അടുത്തുള്ളൂ. അല്ല, നമ്മുടെ ഒരു സാധാരണ സംസാരം അല്ലേ, വേറൊന്നും ഇല്ല ഇതിനകത്ത്. വലിയ ആധികാരികമായിട്ടൊന്നും. നമ്മളിപ്പോ ഇങ്ങനെ കാര്യമായിട്ട് സംസാരിച്ചിരുന്നു, ഈ നെഗറ്റീവ് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ സൈലന്റ് ആയിട്ട് മിണ്ടായിരുന്നിട്ട് നീ എന്നോട് ഇങ്ങനെ സംസാരിക്കും. മജു നീ എന്നോട് മിണ്ടായിരിക്കുന്നു ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ആരാടാ നിന്റെ മജു എന്ന് ഞാനിങ്ങനെ ചോദിക്കുവാണായിരുന്നു. അങ്ങനെ ചോദിക്കുമോ? ശരിയല്ലേ? ഐസാവൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുക, അതായത് ഈ നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് പറഞ്ഞ് ഈ ഒരു സ്പോട്ടിൽ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുക. ആ ടൈമിൽ ഇവൻ്റെ ഈ ഇരിക്കുന്നുണ്ടോ, ഈ സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ടോ, അവൻ്റെ കണ്ണുണ്ടോ, ശരിക്കും ആയോ? അതുപോലെ അനങ്ങാതിരിക്കത്തേക്കിനും പെട്ടെന്ന് എടാന്ന് ഞാൻ വിളിക്കുമ്പോൾ ഇവൻ തിരിച്ച് ആരാണ് അതിൻ്റെ ഇവൻ്റെ ഒരു മജുവാണ്, ഇങ്ങനെ ഇരിക്കണം. അതൊരു സിനിമാറ്റിക് സ്റ്റൈലിലല്ലേ? അങ്ങനെ നിന്റെ തലയുടെ മേളിൽ കിടന്ന് പോയിട്ടോ. അങ്ങനെ ചോദിക്കുമ്പോ ഇല്ലേ ശരിക്കും പേടിക്കും ഒരാൾ. അപ്പൊ അങ്ങനെ പേടിക്കും. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. ഒന്നുമില്ല, അതിനോട് പറയുന്നില്ല, പിന്നെ വരാം. പോയിട്ട് ഈ വീഡിയോ എന്നാലും ഞാൻ ഇടുകയാണ്. അത് കഴിഞ്ഞ് വേണമെങ്കിൽ വരാം. ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫീല് നമുക്കറിയണ്ടേ, അതിന് വേണ്ടിയാണ്. പക്ഷേ ഈ സ്ഥലം ആവശ്യമല്ലേ, ഇവിടെയൊക്കെ ഒരു റിസോർട്ട് പോലൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിരിക്കും അല്ലേ, ഫുഡൊക്കെ ആയിട്ട്. ഇവിടെ എല്ലാം തെളിക്കണോടാ, ഭയങ്കര കാടല്ലേ, അല്ലെങ്കിൽ വള്ളമാർഗം മാത്രം. എന്നാലും വിട്ടാലോ? ഒരു മണിയായി. 2 മണി ആവുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി ആക്ടിവിറ്റി കിട്ടാൻ ചാൻസ് ഉണ്ട്. സാധാരണ 2 മണിക്ക് ഇങ്ങനത്തെ. ഇവിടെ ഒരു 10 മണി നീ വന്നാ 2 മണിക്ക് വരണ്ടേ? 2 മണിക്ക് വരണമെന്നില്ല. വീഡിയോ നിർത്തണോ അതോ അങ്ങോട്ട് പോയിട്ട് നിർത്തണോ? ഇത് കണ്ടോ, നനവ് കണ്ടോ ഇവിടെ?
അതിൽ മൂത്രം ഒഴിച്ച കഴുതാൻ ഉള്ളു വന്നാണ്ടാ. നീ പുള്ളിയാണ്. പക്ഷെ നീ എൻ്റെ കൂടെ ഉണ്ടാകുന്നല്ലോ. എൻ്റെ ഇപ്പം പുള്ളി എന്നാലും ഇത്രയേ ഉള്ളൂ വീഡിയോ ശരിക്കും എനിക്കറിയാം ഇത് ബോറിംഗ് ആയിരിക്കും. എന്നാലും ഞാൻ ഇവിടെ വരുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന ഒരു ഫീലിങ്സ് നിങ്ങളെ ഒന്ന് കാണിക്കണം, അത്രേ ഞാൻ ഓർത്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പം വന്നത്. ഇപ്പം ഞാൻ കുറേ ദിവസമായിട്ട് ഞാൻ ഒരാഴ്ചയായിട്ട് ഇപ്പോൾ റെസ്റ്റാണ്. ഈ വിരലിന് ഇങ്ങനെ പറ്റിയിരിക്കുന്നുണ്ട്. ഈ വിരൽ ഇവിടുന്ന് ഈ മിഡിൽ ഫിംഗറിൻ്റെ ഫസ്റ്റ് ബെൻഡ് ഉണ്ടല്ലോ, അവിടുന്ന് ഇവിടെ എൻ്റെ ഈ ചൂണ്ടുവിരലിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ ബെൻഡായിപ്പോയി പെട്ടെന്ന്. അന്നേരം ഞാൻ വലിച്ച് ഞാൻ തന്നെ ഇട്ട് ഹോസ്പിറ്റലിൽ പോയി പിറ്റേ ദിവസം ഇട്ടതെന്നാണിത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ പ്രശ്നം, വേറെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ അലമ്പായിരുന്നു ലൈഫ്, മൊത്തത്തിൽ അലമ്പായിരുന്നു. അപ്പോൾ വീഡിയോ എന്നാണെങ്കിലും ഞാൻ ഇവിടെ സെൻഡ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്. എടാ ഒരു ബായ് പറ, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ഇവിടെ ഒന്നുകൂടിയും രാത്രി ഒറ്റയ്ക്ക് വരുന്നതിനെ പറ്റി നിൻ്റെ അഭിപ്രായം എന്നാ? ഇതാ ഇത് അന്ന് വീഡിയോ ചെയ്തപ്പോൾ ഇവൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്. എൻ്റെ അഭിപ്രായം കേട്ട് അത് ഞാൻ വരും. ഞാൻ നിന്നെ വിളിച്ച് കറക്റ്റ് നിന്നെ വിളിക്കാനുള്ള കാരണം എന്നാ അറിയാം? ഞാൻ ഇവിടെ വന്നേന്നൊന്ന് അറിയിക്കാൻ വേണ്ടി. എന്നെ കാണാൻ പോയി കഴിഞ്ഞാൽ അടുത്ത കോൾ ഇവനായിരിക്കും പോകുന്ന കേസ്. അതുകൊണ്ടാണ് ഞാൻ ഇവനെ തന്നെ വിളിച്ചത്. പിന്നെ നമ്മുടെ 2 ചേട്ടന്മാരുണ്ട്, അവരെ കണ്ടിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞ പോവല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പെട്രോൾ പമ്പിൽ പോയി. ഇവിടെ 12 മണിയാകുമ്പോൾ ഒരു പമ്പ് അടയ്ക്കും. ആ പമ്പിൽ പോയി ഞാൻ പെട്രോൾ അടിച്ച് പെട്ടെന്ന് പോയിട്ട് പെട്രോൾ അടിച്ച് അപ്പം ഇങ്ങോട്ട് അവിടുന്ന് വരുന്ന വഴിക്കാണ് ഈ സ്ഥലം. എന്നാടാ വരുന്ന സ്ഥലം. അപ്പം ഒരു ബോട്ട് രാത്രി പോകുന്നുണ്ട്, ചൂണ്ടിടാൻ പോകുന്നതായിരിക്കും. ഇടയ്ക്ക് എനിക്കൊരു കോള് വന്നു. സീനാന്ന് തോന്നുന്നു. അമ്മ വിളിച്ചിട്ട് കരിപ്പ വീഡിയോ എടുക്കാൻ പോയെന്ന് പറഞ്ഞു. ഇത്ര നാട്ടിൽ എവിടെ പോയി കടാന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ ഇനി കഥ ഓർക്കത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്നാണല്ലോ പോട്ടെ. ഞാൻ എന്തോ പറഞ്ഞു വരുമല്ലോ. പെട്രോൾ അടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് ഞാൻ ഇവനെ ജസ്റ്റ് വിളിച്ചത്, ഇങ്ങോട്ട് പോവാന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം. അതുകൊണ്ട് അന്നേരമാണ് ഇവൻ വിളിച്ചിട്ട് ഇവൻ വരാമെന്ന് പറഞ്ഞു. പിന്നെ അവൻ അവിടുന്ന് വന്നു, ഇവൻ്റെ വണ്ടിക്ക് അവൻ വന്ന് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടും കയറി. അപ്പം അവിടെ ചെന്നിട്ട് ഞങ്ങളാണ് ഒന്നിച്ച് പോവുകയാണ്. ചിലപ്പോൾ ഇവനറിയാതെ ഞാൻ ഒന്നുകൂടിയും വരാൻ ചാൻസ് ഉണ്ട്. ഇവനറിയാൻ ഞാൻ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ പിന്നെ എപ്പോഴെല്ലാം വരാം. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ പറയടാ. ബൈ.